ബിരിയാണിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി അപാര ക്വാണ്ടിറ്റിയാണ്. 130 രൂപയ്ക്ക് ഒരു പ്ലേറ്റ് നിറയുണ്ടായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പരിപാടി ഇപ്പോൾ വൈറലായിട്ടുള്ള ഡിണ്ടിഗൽ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു 3 കിലോമീറ്റർ ഈ ഷോപ്പിലേക്ക് വരുന്നുള്ളൂ. പക്ഷെ എന്നാൽ പോലും എനിക്ക് ഇതുവരെ കഴിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പോൾ സമയം ഉച്ച 2 മണി കഴിഞ്ഞിട്ടുണ്ട്. ഫുഡ് കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് അറിയില്ല. അപ്പം എന്തെങ്കിലും നമുക്ക് പോയി നോക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ ഈ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി അത്ര വലിയ ഇഷ്ടമുള്ള ഒരാളല്ല. പക്ഷെ അവിടുത്തെ ചിക്കൻ ഫ്രൈ അടിപൊളിയാണെന്ന് എൻ്റെ കൂട്ടുകാർ പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. വളരെ ചെറിയ ഷോപ്പാണ്. ഇവിടെ പുറത്തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ബിരിയാണിക്ക് 80 രൂപ ആണ്. പക്ഷേ 80 രൂപയുടെ ബിരിയാണി ഹാഫ് ബിരിയാണിയാണ്, ഫുൾ ബിരിയാണി അല്ല. ഫുൾ ബിരിയാണിക്ക് 130 രൂപയാണ് വരുന്നത്. എന്നാൽ പോലും കുഴപ്പമില്ലാത്ത റേറ്റ് ആണ്. അതുപോലെ തന്നെ ഞാനവിടെ മെയിനായിട്ട് ചിക്കൻ ഫ്രൈ ആണ് കഴിക്കാൻ വന്നുള്ളത്. ചിക്കൻ ഫ്രൈക്ക് 90 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചിക്കന് ബീഫൊക്കെ ബിരിയാണി വരുന്നുണ്ട്. അതും ഫുള്ള് ഹാഫ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഡൈനിങ് ഇല്ല, ടേക്ക് അവേ മാത്രമാണ് വരുന്നത്. ഞാൻ ചില വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ ഡൈനിങ് ഒക്കെ ഉള്ള പോലെ തോന്നിയിരുന്നു. പക്ഷെ ഡൈനിങ് അവിടെ വരുന്നില്ല, ടേക്ക് അവേ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഓൾറെഡി അവർ അവിടെ പാക്ക് ചെയ്ത് വെച്ചേക്കാണല്ലോ, അത് നമ്മൾ ചെന്ന അപ്പം തന്നെ നമുക്ക് തരുന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വീട്ടിൽ പോയിട്ട് കഴിച്ചു നോക്കാം. അപ്പോൾ വീട്ടിലെത്തി ബിരിയാണിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി അപാര ക്വാണ്ടിറ്റിയാണ്. 130 രൂപയ്ക്ക് ഒരു പ്ലേറ്റ് നിറയുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കഴിക്കാൻ പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് ബിരിയാണി മേടിച്ചതിന് അത്യാവശ്യം വയറ് നിറയുന്നുള്ളതാണ്. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ സലാഡ് ഭയങ്കര കുറവായിരുന്നു. കാരണം എനിക്ക് സലാഡ് ഇല്ലാണ്ട് ബിരിയാണി കഴിക്കാൻ പറ്റാത്ത ഒരാളാണ്, അതും ഈ ഒരു മസാല ബിരിയാണി. എൻ്റെ വീട്ടിൽ തോളൂരിൻ്റെ അച്ചാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അച്ചാർ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത്. ഈ അച്ചാർ അടിപൊളി അച്ചാറാണ്, ഡേറ്റ്സിൻ്റെ അച്ചാറായിരുന്നു. അതും കൂട്ടി ബിരിയാണിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് എന്താ പറയുക, ഇങ്ങനത്തെ മസാല ബിരിയാണി ഇഷ്ടപ്പെടുന്നവർക്ക് അത്ര നന്നായി ചിലപ്പോൾ ഇഷ്ടപ്പെടും. എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. സംഭവം ഞാൻ അങ്ങനത്തെ ബിരിയാണി കഴിക്കാത്ത ഒരാളായ കാരണമാവണം. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ എനിക്ക് ഇഷ്ടപ്പെട്ടു. ചിക്കൻ ഫ്രൈയുടെ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിലും പ്രൈസിംഗ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ചിക്കൻ ഫ്രൈ വെറുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ബിരിയാണി നല്ലൊരു ബിരിയാണി വയറുന്നവരെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എന്താ പറയുക 80 രൂപയ്ക്കും 130 രൂപയ്ക്കൊക്കെ ഈ ഒരു ബിരിയാണി വെറുതെ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ വെസ്റ്റ് ഫോർട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ഓൾറെഡി ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതേപോലെ വെറൈറ്റി ബിരിയാണി കഴിക്കാനായിട്ട് നിങ്ങളുടെ കൂടെ കൂട്ടുന്ന സുഹൃത്തിനെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.